അതിതീവ്ര മഴ. കണ്ണൂർ, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം നാളെ രൂപപ്പെടും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. അവർക്ക് പേടിയൊന്നുമില്ല. വയനാട്ടിൽ വെള്ളക്കെട്ടിലകപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബത്തെ JCBയുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. കുറ്റ്യാടിച്ചുരം റോഡ് 4-ാം വളവിലെ മണ്ണിടിച്ചിലിൽ 4 വീടുകൾ അപകട ഭീഷണിയിൽ. കണ്ണൂരിൽ കാറ് വെള്ളത്തിൽ മുങ്ങി, യാത്രക്കാർ നീന്തി രക്ഷപ്പെട്ടു. അഞ്ചരക്കിണ്ടിയിൽ മതിലിടിഞ്ഞ അപകടം. വയനാട്ടിൽ ദേശീയപാതയുടെ നിരവധി ഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ. മുത്തങ്ങയിൽ ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മുട്ടിലിൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് 1 വയസ്സ്. 1-ാം ചരമവാർഷികാചരണം വിപുലമായ അനുസ്മരണ ചടങ്ങുകളോടെ. പുതുപ്പള്ളി പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. അടുത്ത മാസം 26 വരെ സംസ്ഥാനത്തൊട്ടാകെ പരിപാടി. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം മണിപ്പാൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെ. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനും ആദ്യ ഡയറക്ടറുമായിരുന്നു. വിടവാങ്ങിയത് രാജ്യം പത്മവിഭൂഷണം പത്മശ്രീയും നൽകി ആദരിച്ച വ്യക്തിത്വം. നീറ്റ് ഹർജികൾ വീണ്ടും സുപ്രീം കോടതിയിൽ. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെങ്കിൽ മാത്രം പുനഃപരീക്ഷാ ഉത്തരവെന്ന ചീഫ് ജസ്റ്റിസ്. മുഴുവൻ വിദ്യാർത്ഥികളെയും ക്രമക്കേട് ബാധിച്ചോ എന്ന കോടതിയുടെ ചോദ്യം. പുനഃപരീക്ഷയെ എതിർത്ത് 254 ഹർജികൾ. ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതിയില്ല. തീരുമാനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ബില്ലിനും ബാധകം. രാഷ്ട്രപതിയുടെ തീരുമാനം പഞ്ചാബ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ബില്ല് തള്ളിക്കൊണ്ട്. ഒളിവിലും തട്ടിപ്പ് തുടർന്ന ഹൈറിച്ച് കേസിലെ മുഖ്യപ്രതി KD പ്രതാപൻ. 24 ദിവസം കൊണ്ട് തട്ടിയത് 68 ലക്ഷം രൂപ. തട്ടിപ്പ് HR ഇന്നോവേഷൻ സ്കീം എന്ന പേരിൽ. പ്രതാപൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആലുവയിൽ 3 പെൺകുട്ടികളെ കാണാതായെന്ന് പരാതി. 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികളെ കാണാതായത്. ആലുവ മാതൃശക്തി സദനത്തിൽ നിന്ന്. സംഭവം ഇന്ന് പുലർച്ചെ 4:30-യോടെ. കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. തൃശൂരിൽ താൻ രക്തസാക്ഷിയെന്ന് K മുരളീധരൻ. കളക്ടറെ മാറ്റും പോലെ സ്ഥാനാർത്ഥിയെ മാറ്റരുത്. തൃശൂരിൽ തിരിച്ചടി നേരിട്ടിട്ടും ചിലർക്ക് ദേഷ്യം തീരുന്നില്ല എന്ന് K മുരളീധരൻ. പോലീസുകാർ ഉൾപ്പെട്ട പാസ്പോർട്ട് തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. തുമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത 10 കേസുകൾ അന്വേഷിക്കും. നടപടി ക്രമസമാധാന ചുമതലയുള്ള ADGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ആമീഴഞ്ചാൻ തോട്ടിലെ
മാലിന്യ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഇന്ന്. റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ പോകുന്ന ഭാഗത്ത് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടിയെടുക്കും. വിവിധ വകുപ്പ് മന്ത്രിമാരും MLA-മാരും തിരുവനന്തപുരം മേയറും ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കും. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് KC വേണുഗോപാൽ MP. ആലപ്പുഴയിലെ കടലാക്രമണത്തിന് കാരണം കരിമണൽ ഖനനമെന്ന് വേണുഗോപാൽ. തീരജീവിതം താറുമാറാക്കുന്ന ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും KC. കെ സുധാകരനെതിരെ വിമർശനവുമായി VD സതീശൻ. KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം, പലതും പുറത്തു പറയാൻ പറ്റില്ലെന്നും പരാമർശം. സതീശന്റെ വിമർശനം KPCC നേതൃയോഗത്തിനിടെ. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ K മുരളീധരനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ചേൻ പ്രതാപൻ വിശദീകരണവുമായി രംഗത്ത്. പാർട്ടി ശത്രുക്കൾ മനഃപൂർവ്വം മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രവർത്തനത്തിനും KPCC മുതിരില്ല. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നും ചേൻ പ്രതാപൻ. AKT സെന്റർ ആക്രമണ കേസിൽ പ്രതിക്ക് ജാമ്യം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി. മൂന്നാറിൽ യാത്രാ നിരോധനം ലംഘിച്ച് സ്കൂൾ ബസിന്റെ അപകടയാത്ര. നിരോധനം മറികടന്ന് ഗ്യാപ് റോഡിലൂടെ എത്തിയ ബസ് പോലീസ് തടഞ്ഞു. ഗ്യാപ് റോഡിൽ പരിശോധന കർശനമാക്കി പോലീസ്. ഉത്തര കർണാടകയിൽ നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് ദേശീയപാത 66-ൽ മണ്ണിടിച്ചിൽ. അങ്കോള താലൂക്കിലെ ഷിരൂരിന് സമീപം 4 പേർ മരണപ്പെട്ടു. 3 പേരെ കാണാതായെന്നും റിപ്പോർട്ട്. ജൂലൈ 20 വരെ തെക്കൻ കർണാടകയിൽ ഓറഞ്ച് അലർട്ട്. ജമ്മുവിൽ വീണ്ടും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. സൈന്യം ഭീകരരെ നേരിടുന്നത് ഡോഡയിലെ കാസ്ഗഡിൽ. പുതിയ ഏറ്റുമുട്ടൽ. ജമ്മുവിൽ 4 സൈനികർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ. കനഡ സംവരണ ബിൽ മരവിപ്പിച്ച സംസ്ഥാന സർക്കാർ. തീരുമാനം വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ മരവിപ്പിച്ചത് 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡിഗരെ നിയമിക്കണമെന്ന ബില്ല്. കൂടിയാലോചനയ്ക്കു ശേഷം അന്തിമ തീരുമാനമെന്ന് സർക്കാർ. US പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മത്സര രംഗത്ത് നിന്നും പിന്മാറുന്ന കാര്യം ആലോചിക്കും എന്ന സൂചന നൽകി ജോ ബൈഡൻ. പ്രതികരണം ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെയുള്ള വിമർശനങ്ങൾക്കിടയിൽ ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത് മത്സര രംഗത്തു നിന്നും മാറണമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ സമ്മർദ്ദമേറുമ്പോൾ. വനിതാ ഏഷ്യാ കപ്പിനൊരുങ്ങി ഇന്ത്യ. നാളെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ എതിരാളികൾ. ഇന്ത്യ ലക്ഷ്യമിടുന്നത് 8ാം കിരീടം. ഛത്തീസ്ഗഡിൽ സ്ഫോടനത്തിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. 4 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനം ബിജാപൂരിൽ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെ. ഗുസ്തി താരങ്ങളുടെ സമരത്തെ പരിഗണിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. സമരത്തോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ പശ്ചാത്തപിക്കുന്നതായും PT ഉഷ. താരങ്ങളുടെ ക്ഷേമമാണ് പ്രധാനമെന്നും തെരുവിലേക്കിറങ്ങും മുന്നേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമായിരുന്നുവെന്നും PT ഉഷ. 1 വർഷം മുന്നേ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തെക്കുറിച്ചായിരുന്നു PT ഉഷയുടെ പ്രതികരണം. വിജയാഘോഷത്തിനിടെ അർജന്റീന ടീം വംശീയാധിക്ഷേപം നടത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച ഫിഫ. ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കില്ല എന്ന് ഫിഫ. നടപടി ഫ്രാൻസ് ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയ പരാതിക്ക് പിന്നാലെ.